അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 1-ാം ക്ലാസ്സുകാർക്ക് ഇന്നലെ നടന്ന തഫ്ഹീമു തിലാവയുടെ അൽ ഖിറാഅത്തു അതുപോലെ തന്നെ അൽ കിതാബത്തു എന്നീ 2 പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അൽ ഖിറാഅത്തു എന്നതിലെ 1-ാമത്തെ പ്രവർത്തനം പദങ്ങൾ നോക്കി വായിക്കാം. ഇവിടെ ഈ 4 കിളികളുടെ കൈകളിൽ എന്താണുള്ളത് എന്ന് വായിച്ചു കൊടുത്താൽ മതി. 1-ാമത്തെ എന്താ? കലമുൻ, ദനബുൻ, സൗറുൻ, ഖൈലുൻ. ഇത് 4 ശരിയായാലേ 16 മാർക്കാണ് ലഭിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോൾ അതിൽ ഈ 4 വാക്കുകളൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ നന്നായി പഠിച്ചവർക്ക് ഇത് വായിക്കാനൊക്കെ കിട്ടിയിട്ടുണ്ടാകും. ഇനി 2-ാമത്തെ പ്രവർത്തനം അക്ഷരങ്ങൾ വായിക്കാനാണ്. ഇലകളിലെ തന്നിട്ടുള്ള ഈ അക്ഷരങ്ങൾ എന്തൊക്കെയാണെന്ന് വായിച്ചു കൊടുത്താൽ മതി. സായ്, ഹാവ്, ഫ, ലോ, ഷീൻ. ഇനി 3-ാമത്തെ പ്രവർത്തനം പ്ലക്കാർഡിൽ എഴുതിയത് വായിക്കാം. ഇവിടെ ഈ സൈക്കിളിൽ തന്നിട്ടുള്ള പ്ലക്കാർഡിൽ എഴുതിയിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കൂ. തോഇറുൻ, നുഖൂദുൻ, സമീനുൻ, സൗഅത്തുൻ. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്കുകളാണ്. അക്ഷരങ്ങൾ പഠിഞ്ഞ കുട്ടികൾക്ക് ഇത് വായിക്കാൻ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് അൽ ഖിറാഅത്തു വായന എന്നതിൽ വന്നിട്ടുള്ളത്. അതായത് 50 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വായിച്ചു കൊടുക്കാനുള്ളത്. ഇനി നമുക്ക് അൽ കിതാബത്തു എഴുത്ത് എന്ന 50 മാർക്കിന് വന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1-ാമത്തെ പ്രവർത്തനം എഴുതാം. ഇവിടെ എന്താണ്? ഓരോ ട്രോഫികളിലെ 5 വാക്കുകൾ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് അക്ഷരത്തെറ്റില്ലാതെ അതേപോലെ താഴെ തന്ന ബോക്സിൽ എഴുതിയാൽ മതി. 1-ാമത്തത് അജീറുൻ, 2-ാമത്തത് ഷലീക്കുൻ, 3-ാമത്തത് ഹവാറുൻ, 4-ാമത്തത് നുബുലത്തുൻ, 5-ാമത്തത് സിക്കീനുൻ. അപ്പോൾ അത് അക്ഷരത്തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ 20 മാർക്ക് ലഭിക്കും. അപ്പോൾ വളരെ എളുപ്പമാണല്ലേ. ഇനി അടുത്ത പ്രവർത്തനം ട്രെയിനിൽ എഴുതിയത് നോക്കി എഴുതാം. ഇതും ഇവിടെ തന്നിട്ടുള്ളത് അതേപോലെ നോക്കി എഴുതാൻ തന്നെ ഉള്ളൂ. 1-ാമത്തത് ലോബിയുൻ, 2-ാമത്തത് തിഫിലുൻ, 3-ാമത്തത് ഫലഖുൻ, 4-ാമത്തത് ദഹബുൻ, പിന്നെ ആ മുന്നിൽ 5-ാമത്തത് ഖബസ എന്നിങ്ങനെ 5 പദങ്ങൾ തന്നിട്ടുണ്ട്. അത് അക്ഷരത്തെറ്റില്ലാതെ എഴുതിയാൽ അതിനും 20 മാർക്ക് ലഭിക്കും. അപ്പോൾ ഇത് രണ്ടും നോക്കി എഴുതാനാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇതുപോലെ ചിത്രങ്ങൾ തന്നിട്ട് അതിൽ പേരുകൾ എഴുതാനൊന്നും വന്നിട്ടില്ല. ഇവിടെ തന്നിട്ടുള്ള പദങ്ങൾ അതേപോലെ ഒന്ന് നോക്കി എഴുതിയാൽ തന്നെ കുട്ടികൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. നിറം നൽകാം. നിറം നൽകാൻ എന്തൊക്കെയാണ് അക്ഷരങ്ങൾ തന്നിട്ടുള്ളത്? സി, കി, സു, കാ. ഈ 4 അക്ഷരങ്ങളും നല്ല വൃത്തിയിൽ കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും 4 മാർക്ക് ലഭിക്കും. ഇനി 4-ാമത്തെ ചോദ്യം അക്ഷരങ്ങൾ എഴുതാം. ഇവിടെ തന്നിട്ടുള്ള അക്ഷരങ്ങൾ അതും അതേപോലെ നോക്കി എഴുതാനാണ്. യാ, മീം, കാഫ്. അപ്പോൾ അൽ കിതാബത്തു എഴുത്തിൻ്റെ ചോദ്യപേപ്പർ വളരെ എളുപ്പമുള്ളൊരു പേപ്പറാണ്. കാരണം തന്നത് അതേപോലെ നോക്കി എഴുതാനും കളർ കൊടുക്കാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉമ്മമാരൊക്കെ കുട്ടികളോട് ചോദിക്കുക, കുട്ടികൾ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളതെന്ന് അറിയാം. അവരുടെ മാർക്കൊക്കെ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുട്ടികളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാം. അസ്സലാമു അലൈക്കും.